ബീഹാറിൽ നിയമസഭാ തെരഞ്ഞെടുപ്പ് പ്രചാരണം ചൂട് പിടിക്കുന്നതിനിടെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ന് സംസ്ഥാനത്തെത്തും 36,000 കോടി രൂപയുടെ വികസന പദ്ധതികൾക്ക് തുടക്കം കുറിക്കും. പൂർണിയ ജില്ലയിൽ നടക്കുന്ന റാലിയെ അഭിസംബോധന ചെയ്യും. ഇന്ന് രാവിലെ പശ്ചിമ ബംഗാളിൽ ഇന്ത്യൻ സൈന്യത്തിന്റെ ഈസ്റ്റേൺ കമാൻഡ് ആസ്ഥാനത്ത് സംയുക്ത കമാൻഡർമാരുടെ സമ്മേളനത്തിൽ പ്രധാനമന്ത്രി പങ്കെടുക്കും. ഉച്ചകഴിഞ്ഞാണ് പ്രധാനമന്ത്രി കൊൽക്കത്തയിൽ നിന്ന് ബീഹാറിലേക്ക് തിരിക്കുക. ER രാഗേഷ് നാഷണൽ ഡെസ്കിൽ നിന്ന് കൂടുതൽ വിവരങ്ങളുമായി നമുക്കൊപ്പം ചേരുകയാണ്. ER, ഗുഡ് മോർണിംഗ്. പ്രധാനമന്ത്രി തെരഞ്ഞെടുപ്പ് അടുത്തിരിക്കെ ബീഹാറിലേക്ക് എത്തുകയാണ്. രാഷ്ട്രീയ പ്രാധാന്യം ഏറെയുണ്ട്. അദ്ദേഹം എന്ത് സംസാരിക്കും, ഏതൊക്കെ പ്രധാനപ്പെട്ട പ്രഖ്യാപനങ്ങൾ, വികസന പ്രഖ്യാപനങ്ങൾ നടത്തും എന്നതിലടക്കം ഏറെ ആകാംക്ഷയും പ്രാധാന്യവുമുണ്ട് അല്ലേ? അതെ ആര്യ, കാരണം 5 സംസ്ഥാനങ്ങളുടെ പര്യടനമാണ് ഇപ്പോൾ പ്രധാനമന്ത്രി നടത്തി വരുന്നത്. ഇതിൽ ആദ്യ ദിവസം മിസോറാമിലും മണിപ്പൂരിലുമായിരുന്നു. അതിനുശേഷം ഇന്നലെ അസമിൽ പ്രധാനമന്ത്രി പര്യടനം നടത്തി. ഇതിനുശേഷം ഇന്ന് ബംഗാളിലും ഒപ്പം തന്നെ ഏറ്റവും അവസാനം എത്തുന്നത് ബീഹാറിലുമാണ്. ഈ സംസ്ഥാനങ്ങളൊക്കെ തന്നെ നിയമസഭാ തെരഞ്ഞെടുപ്പിലേക്ക് ഈ വർഷമോ അല്ലെങ്കിൽ അടുത്ത വർഷം ആദ്യമോ തെരഞ്ഞെടുപ്പ് നടക്കാനിരിക്കുന്ന സംസ്ഥാനമാണ്. ഇതിൽ തന്നെ ബീഹാറിൽ എപ്പോൾ വേണമെങ്കിലും, അതായത് 2 ആഴ്ചക്കുള്ളിൽ എപ്പോൾ വേണമെങ്കിലും തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിക്കാം. ഈ ഘട്ടത്തിൽ തന്നെയാണ് പ്രധാനമന്ത്രിയുടെ സന്ദർശനം. കാരണം അദ്ദേഹം ഈ വർഷം നോക്കുകയാണെങ്കിൽ ബീഹാറിലെത്തുന്നത് 7ാം തവണയാണ്. ഏതായാലും ഇന്ന് 36,000 കോടി രൂപയുടെ വികസന പദ്ധതികളുടെ ഉദ്ഘാടനമാണ് പ്രധാനമന്ത്രി നിർവഹിക്കുക. പൂർണ്ണയിൽ വിമാനത്താവളത്തിൻ്റെ ഉദ്ഘാടനം പ്രധാനമന്ത്രി നിർവഹിക്കുന്നുണ്ട്. ഒപ്പം തന്നെ മക്കാന ബോർഡിൻ്റെ ഉദ്ഘാടനം നിർവഹിക്കുന്നുണ്ട്. കാരണം കഴിഞ്ഞ ബജറ്റിൽ ഏറെ ചർച്ചയായ താരമായതാണ് മക്കാന ബോർഡ്. പ്രത്യേകിച്ച് താമരക്കുരുവിൽ നിന്ന് ഉൽപ്പാദിപ്പിക്കുന്ന വിഭവം പ്രത്യേകിച്ച് സസ്യാഹാരികൾക്ക് ഏറെ പ്രിയപ്പെട്ടതാണ്. അത്തരത്തിൽ മക്കാന ബോർഡിൻ്റെ ഉദ്ഘാടനത്തിനാണെന്ന് പ്രധാനമന്ത്രി എത്തുന്നത്. ഒപ്പം തന്നെ അടിസ്ഥാന സൗകര്യ വികസന മേഖലയിൽ അടക്കം ചില പ്രഖ്യാപനങ്ങളും പ്രധാനമന്ത്രി നടത്തിയേക്കും. ഏതായാലും ബീഹാർ NDA സംബന്ധിച്ച്, BJPയെ സംബന്ധിച്ച് ഏറെ നിർണായകമായ സംസ്ഥാനമാണ്. അതുകൊണ്ട് തന്നെയാണ് പ്രധാനമന്ത്രി ഇത്തരത്തിൽ തുടർച്ചയായി സംസ്ഥാനത്ത് എത്തുന്നത്. കാരണം ഇതിനോടകം തന്നെ അവിടെ ഇന്ത്യ സഖ്യം പ്രചാരണത്തിലേക്ക് സജീവമായി കഴിഞ്ഞു. രാഹുൽ ഗാന്ധിയും തേജസ്വി യാദവും ഒന്നിച്ച് അവിടെ യാത്ര നടത്തി, സംസ്ഥാനത്തുടനീളം യാത്ര നടത്തി. പ്രത്യേകിച്ച് 65 ലക്ഷത്തിലധികം ആളുകളുടെ വോട്ടർ പട്ടികയിൽ നിന്ന് വോട്ട് ഒഴിവാക്കിയത് അവിടെ വലിയ ചർച്ചാ വിഷയമാണ്. പ്രത്യേകിച്ച് ഇതര സംസ്ഥാനങ്ങളിൽ ജോലി ചെയ്യുന്ന ആളുകളൊക്കെ തന്നെ അവരുടെയൊക്കെ തന്നെ കൂട്ടത്തോടെ വോട്ട് നഷ്ടപ്പെടുന്ന സാഹചര്യമുണ്ട്. അപ്പോൾ ആ കാര്യത്തിൽ എന്ത് പ്രധാനമന്ത്രി പറയും, ഈ വിഷയങ്ങളൊക്കെ തന്നെ പ്രസംഗത്തിൽ പരാമർശിക്കുമോ എന്നുള്ളത് നിർണായകമായ കാര്യമാണ്. ഏതായാലും സീറ്റ് നിർണയ ചർച്ചകളൊക്കെ തന്നെ 2 മുന്നണികളുടെയും കാര്യത്തിൽ അവസാന ഘട്ടത്തിലാണ്. NDAയിലാണെങ്കിൽ BJPയും JDUവും ഏതാണ്ട് തുല്യ സീറ്റുകൾ മത്സരിക്കാനുള്ള ധാരണയിലേക്കൊക്കെ തന്നെ എത്തുകയാണ്. ഇന്ത്യ സഖ്യത്തിലും സമാനമായ രീതിയിൽ ചർച്ചകൾ നടക്കുന്നുണ്ട്. ഏതായാലും ഇന്ന് എന്തായിരിക്കും പ്രധാനമന്ത്രി ബീഹാറിൽ പറയുക? ഒരുപക്ഷെ കടുത്ത വിമർശനം ഇന്ത്യ സഖ്യ നേതാക്കൾക്കെതിരെ മോദി നടത്താൻ സാധ്യതയുണ്ട്. ഏതായാലും മോദിക്കെതിരെ കടുത്ത വിമർശനമായി ഇതിനോടകം തന്നെ തേജസ്വി യാദവും രംഗത്ത് വന്നിട്ടുണ്ട്. പ്രത്യേകിച്ച് പൊള്ളയായ വാഗ്ദാനങ്ങളുടെ പെരുമഴയാണ് പ്രധാനമന്ത്രി നടത്തുന്നത് എന്ന വിമർശനമാണ് ഇപ്പോൾ തേജസ്വി നടത്തിയിരിക്കുന്നത്. ആര്യ, ER രാഗേഷാണ് വിശദാംശങ്ങളുമായി നമുക്കൊപ്പം ചേർന്നത്.